കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധ യാത്ര സമരാഗ്നിക്ക് കാസർഗോഡ് തുടക്കമായി. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നാടിനെ വിഭജിക്കാനുള്ളത് മാത്രമാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്ന് കെ.സി. വേണുഗോപാൽ വിമർശിച്ചു. കേരള സർക്കാരിന്റെ ഡൽഹി സമരത്തിൽ പങ്കെടുക്കാത്തതിൽ അഭിമാനമെന്നും കേരളത്തിന്റെ ധൂർത്തിന് പിന്തുണ നൽകാൻ കോൺഗ്രസ് ഇല്ലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക്, ഡൽഹിയിൽ നടത്തിയ സമരത്തിന് തിരിച്ചടിയായാണ് കോൺഗ്രസ് ഈ സമരം നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രസക്തി ഈ ഒരു സമരത്തിന് കോൺഗ്രസ് കൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റ് പരിപാടികളിലേക്ക് എങ്ങനെയാകും കടക്കുക? ഒപ്പം തന്നെ ഈ പരിപാടിയുടെ കൂടുതൽ വിശദാംശങ്ങളും. ഇപ്പോൾ മുൻ കെപിസിസി അധ്യക്ഷൻ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപാണ് ഉദ്ഘാടന പ്രസംഗം എഐസിസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ നടത്തിയത്. പ്രസംഗത്തിൽ വളരെ കൃത്യമായി തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയെ കടന്നാക്രമിക്കുന്നു. ബി.ജെ.പിയുടെ മോഡിയുടെ ഗ്യാരണ്ടി അത് നാടിനെ വിഭജിക്കാനുള്ള ഗ്യാരണ്ടി മാത്രമാണെന്നും മാത്രമല്ല പാർലമെന്റ് ചർച്ച ചെയ്യാൻ പോകുന്ന യു.പി.എ ഭരണകാലത്തെ ധവളപത്രത്തെക്കുറിച്ച് പറയുന്നു. അതിൽ യു.പി.എ സർക്കാരിന്റെ കാലഘട്ടം മികച്ചതായിരുന്നു എന്നും തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ വിവരാവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കി ഒരു സർക്കാർ എന്നുള്ള നിലയിൽ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാതെ 10 വർഷം മുമ്പ് ഇറങ്ങിപ്പോയ സർക്കാരിനെ കുറിച്ച് പറയുന്നത് അപജയമാണെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ.സി. പറഞ്ഞത്, കേരളത്തിൽ മോഡി ആവർത്തിച്ചു വരുന്നു, ഒരാഴ്ചയിൽ 2 തവണ എത്തുന്നു. പക്ഷേ എന്നാൽ അതൊന്നും തന്നെ ഏതെങ്കിലും രീതിയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല. അതായത് കെ.സി. വേണുഗോപാലിന്റെ ഭാഷ ഇതായിരുന്നു, മോഡിയുടെ പരിപ്പ് കേരളത്തിൽ വേവില്ല എന്നായിരുന്നു. ആ രീതിയിലുള്ള ഒരു ആക്ഷേപകരമായ കടന്നാക്രമണം തന്നെയായിരുന്നു നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ സർക്കാരിനെയും വളരെ കൃത്യമായി വിമർശിക്കുന്നു. കേരളത്തിലെ ധൂർത്തിന് പിന്തുണ നൽകാൻ കോൺഗ്രസ് ഇല്ല. പ്രത്യേകിച്ചും ഈ ഡൽഹി സമരത്തിൽ കേരളത്തിലെ എംപിമാർ സഹകരിക്കാത്തത് വലിയ ചർച്ചയായ സാഹചര്യത്തിൽ അതിന് രാഷ്ട്രീയ മറുപടി നൽകുകയായിരുന്നു. കാരണം സഭയിൽ കൃത്യമായി എംപിമാർ ഇടപെട്ടിട്ടുണ്ട് സംസ്ഥാനത്തോട് കാണിക്കുന്ന വിവേചനത്തിന് എതിരെ. പക്ഷേ എന്നാൽ ഈ ഡൽഹിയിൽ പോയി കേരള സർക്കാർ നടത്തിയ സമരത്തിന് ഒപ്പുവെച്ചു കൊടുക്കാൻ ഞങ്ങളില്ല എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. ഈ വലിയ ആവേശത്തോടു കൂടിയാണ് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഈ കോൺഗ്രസ് കെപിസിസി സംഘടിപ്പിച്ച സമരാഗ്നിയുടെ തുടക്കം ആയത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം പ്രവിധ. ശരി ദീപക്, എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ 14 ജില്ലകളിലൂടെ ഒരു പര്യടനമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളാണ് ദീപക് ധർമ്മടം നൽകിയത്.